ഉണ്ടാക്കാൻ. ഡോക്ടർ ബി ജയരാജ്, അങ്ങനെയാണെങ്കിൽ ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏരിയ സമ്മേളനങ്ങളിൽ ഇതിനേക്കാൾ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയാണല്ലോ കാണുന്നത്. വിഭാഗീയത തടയുന്നതിന് വേണ്ടി പാർട്ടി സെക്രട്ടറിക്ക് ലോക്കൽ സമ്മേളന സമയത്ത് തന്നെ നേരിട്ടിറങ്ങി വരേണ്ടി വരികയാണ്. പാർട്ടി വിഭാഗീയത തെരുവിലേക്ക് നീങ്ങുകയാണ്. അത് പരസ്പരമുള്ള ചീത്തവിളിയിലേക്ക് കടക്കുകയാണ്. ഒരിടത്തല്ല, പലയിടങ്ങളിൽ. ഇത് പഴയ പ്രത്യയശാസ്ത്രത്തിന്റെ പരിവേഷം നൽകുന്ന, പൂർണ്ണമായും പ്രത്യയശാസ്ത്ര പരിവേഷം അതിന് നൽകാൻ കഴിയില്ല. അവിടെയും വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ VS പിണറായി വിഭാഗീയതയെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മഞ്ജുഷ്, ഈ കരുനാഗപ്പള്ളിയിലെ വിഷയം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോകണം. കുലശേഖരത്തെ ഒരു പ്രാദേശിക വിഷയമായിട്ട് നമുക്ക് കാണാമെങ്കിലും കരുനാഗപ്പള്ളിയിലെ വിഷയം കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം ഒരു സമയത്ത് CIT വിഭാഗം VS വിഭാഗം എന്നുള്ള രീതിയിൽ രണ്ട് പോരടിച്ച് നടന്ന സമയത്ത് കുറേയധികം നേതാക്കന്മാരെ VB ചെറിയാൻ, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, KN രവീന്ദ്രനാഥ്, C കണ്ണൻ, O ഭരതൻ തുടങ്ങിയ ഒരുവിധം മുൻനിര നേതാക്കന്മാരെ മൊത്തം വെട്ടിനിരത്തിയല്ലോ. വെട്ടിനിരത്തിയ സമയത്ത് ആ സമയത്ത് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ക്രീം ഓഫ് യങ്സ്റ്റേഴ്സ്, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ കൂടെ ദൈനംദിനം സഹകരിച്ചിരുന്ന ആളുകളെല്ലാം കുറേയധികം പേര് ഈ പാർട്ടി പണി നിർത്തിപ്പോയി, കുറേയധികം പേര് മദ്യത്തിനടിമയായി, കുറേയധികം പേര് ആത്മഹത്യ ചെയ്തു, കുറേയധികം പേര് വേറെ CPIM പിന്നെ ഇത് VB ചെറിയാൻ്റെ പാർട്ടിയിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം അവിടെ പാർട്ടിയിൽ ആളില്ലാത്ത, ചെറുപ്പക്കാരില്ലാത്ത ഒരവസ്ഥ എത്തിയപ്പോഴാണ് എവിടെ നിന്നൊക്കെ വന്നിട്ട് മുമ്പ് ഈ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ്, പെർമനന്റ് മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുന്ന ഇതൊന്നും ഇല്ലാതെ, യാതൊരു തത്വദീക്ഷയില്ലാതെ ആളുകളെ എടുത്തു വെച്ച് കമ്മിറ്റിയിൽ ആള് നിറച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാർട്ടി അനുഭവിക്കുന്ന ഈ പ്രധാനപ്പെട്ട വൃത്തികേട് കരുനാഗപ്പള്ളിയിൽ അരങ്ങേറിയത്. എന്നാൽ ഈ കൊണ്ടുവന്നവരെ വിദ്യാഭ്യാസം കൊടുക്കുക, പാർട്ടി വിദ്യാഭ്യാസം കൊടുക്കുന്ന അന്ന് ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ വരുന്നത് VB ചെറിയാനെ പോലുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണ്. അദ്ദേഹമൊക്കെ വന്നിട്ട് ഒരു ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ഒരു എക്കണോമിക് ഫോറത്തിൽ അറ്റൻഡ് ചെയ്യുന്ന കണക്കൊലയാണ്. അമ്മാതിരിയൊക്കെയുള്ള പ്രഗത്ഭരും പ്രതിഭാശാലികളായ ആളുകളെല്ലാം വെട്ടിനിരത്തി, യാതൊരു മര്യാദയില്ലാതെ വെട്ടിനിരത്തി. അത് വ്യക്തിപരമാണ്. വൈരനൈരാധന ബുദ്ധി എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ കറക്റ്റായിട്ടാണ്. അങ്ങനെ വെട്ടിനിരത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ കരുനാഗപ്പള്ളിയിൽ. പിന്നെ ഈ കുലശേഖരത്തെ ഒരു പ്രാദേശിക വിഷയമായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം 32,000 ബ്രാഞ്ചുകൾ ഏകദേശം അതിൽ കൂടുതലുണ്ട്. അതിലൊരു 10-12 ചേരുന്നതാണ് ഒരു ലോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് താൽക്കാലികമായ ജാമ്യം എടുക്കാമെങ്കിലും കരുനാഗപ്പള്ളിയിലെ വിഷയങ്ങൾ ഫീസിസമാണ്. എന്നാൽ അത് നിയന്ത്രിക്കാനായിട്ട് കൊണ്ടുവന്നതോ രണ്ടുപേരെ, സോമപ്രസാദ് രാജ്യസഭാ മെമ്പറായിരുന്ന ആളാണ്. പക്ഷെ ഇവരെല്ലാം ഈ സിറ്റി ഔട്ട്സ്കേർട്സിൽ നിന്ന് വരുന്ന ആളുകളാണ്, വളരെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. രാജോത്സവം ആണെങ്കിലും അതുപോലെ തന്നെ ഈ സോമപ്രസാദ് ആണെങ്കിലും അവര് ഈ പറഞ്ഞ കണക്കൊരു പരോക്ഷമായ ഭാഷയോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമീപനം എടുക്കുന്ന ആളുകളല്ല. അവരെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവരെ ഈ പ്രദേശത്ത് നിന്ന് ജില്ലാ സെക്രട്ടറിമാരാക്കി വെച്ചതിന്റെ ഉദ്ദേശവും സിറ്റിയിലുള്ള ചില ആളുകൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് എനിക്ക് അടുത്തറിയാവുന്ന കേസുമാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ഭാഗമായിട്ട് എന്നിട്ട് ഇവരെ മനഃപൂർവ്വം തള്ളിയിട്ട് കൊടുക്കുകയായിരുന്നു. മനഃപൂർവ്വം തള്ളിയിട്ടിട്ട് ഇവർ നെഗോഷിയേറ്റ് ചെയ്യാൻ പോയിട്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ല, അവരെ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേരിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആ സമയം കുറച്ചുകൂടെ അയൺ ഹാൻഡഡ് ആയിട്ടുള്ള ഒരാളിനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കർക്കശ ബുദ്ധിയുള്ള ഒരാളിനെ അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. രണ്ടാമത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നേതാക്കന്മാരിൽ ഒരാളാണ് ഈ PR വസന്തൻ. PR വസന്തനെയൊക്കെ ഞാൻ സമ്മേളനങ്ങളിൽ ഇഷ്ടംപോലെ വിമർശിച്ചിട്ടുണ്ട്. DYFI സമ്മേളനങ്ങളിലൊക്കെ അഖിലേന്ത്യാ ട്രഷററൊക്കെ ആയിരുന്ന സമയത്ത്. പക്ഷെ PR വസന്തൻ എന്നും അർഹിക്കപ്പെട്ട സ്ഥാനങ്ങളോ മറ്റൊന്നും പാർട്ടി കൊടുത്തില്ലെന്ന് മാത്രമല്ല, മറ്റു പല നേതാക്കന്മാരും അവിടെ ഉയർന്നു വരികയും പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ സമുദായ സംഘടനയെ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥകൾ അവിടെ ഉണ്ട്. കാര്യം അവിടെ ഒരു വാക്കുമായിരുന്നു. ശരിക്കും പാർട്ടി ഇല്ലായിരുന്ന സമയത്ത് ഈ എടുത്തു വെച്ച ആളുകളാണ് ഈ അവരുടെ പിന്നീട് വന്ന തലമുറ. അതിനേക്കാളും മോശപ്പെട്ട ആളുകൾ പിന്നീട് വന്നു. ആ മോശപ്പെട്ട ആളുകൾക്ക് കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇത് ഇൻസ്റ്റിഗേറ്റഡ് ആണ്. ഇതിപ്പോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇത്രയും വലുതായിട്ട് അവിടെ കാണുന്നത്. അങ്ങനെ മനഃപൂർവ്വം ഈ വെട്ടിനിരത്തലിന്റെ ഒരു ഇത് തന്നെ പരിണത ഫലമാണ് ഈ ഇപ്പൊ അവിടെ സംഭവിച്ചത്. കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഈ കരുനാഗപ്പള്ളിയിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന രീതിയിൽ പോലും ഒരു കരുനാഗപ്പള്ളിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു കുലശേഖരപുരം അല്ലേ, അവിടെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. ആലപ്പുഴയിൽ പതിവ് പോലെ തന്നെ സടകുടഞ്ഞെഴുന്നേറ്റിട്ടുണ്ട് വിഭാഗീയത, കൊടികുത്തുകയാണ്. പത്തനംതിട്ടയിൽ
അവിടെയും അങ്ങനെ തന്നെയാണ്. ആലപ്പുഴയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഞ്ജുഷിന് അറിയാമെന്ന് എനിക്കറിയില്ല. ഏത് തവണ എപ്പോൾ ഇടതുപക്ഷം ജയിച്ചാലും ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു പാർട്ടിക്കാരും ജയിക്കാറില്ല. ആ സമയം ആലപ്പുഴ ജില്ലയിൽ നിന്ന് എല്ലാവരും ജയിച്ചു വരുമ്പോൾ ഇടതുപക്ഷം അമ്പേ പരാജയപ്പെടുന്ന ഒരു അത്ഭുത പ്രതിഭാസം നടക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. അപ്പൊ ആലപ്പുഴയുടെ ഒരു ടെക്സ്ചറും അവിടുത്തെ ഒരു കൾച്ചറും ഡിഫറെന്റ് ആണ്. അതിനെ വെച്ചിട്ട് കൊല്ലത്തെ കൾച്ചറുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റില്ല. കൊല്ലത്തെ പാർട്ടിക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ കൊല്ലത്തെ പാർട്ടിക്ക് പറ്റിയ അപജയം, കരുനാഗപ്പള്ളിയിലെ പാർട്ടിക്ക് പറ്റിയ അപജയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നല്ല ചെറുപ്പക്കാരെല്ലാം, അത് കൊല്ലം ജില്ലയിലെ ഒട്ടുമിക്കപ്പെട്ട ചെറുപ്പക്കാരും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്രീം ഓഫ് യങ്സ്റ്റേഴ്സ് ആണ് നഷ്ടപ്പെട്ടു പോയത്, പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അവർ പോയാൽ എന്താ, പുതിയ ആള് വരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെയൊക്കെ ഒഴിവാക്കുക, മറുത്തു പറയുന്നവരെ വെട്ടിനിരത്തുക, ഇങ്ങനെ ഏകപക്ഷീയമായൊരു സമീപനം എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗതികേടിലേക്ക് പോയത്. അത് തീർച്ചയായിട്ടും അത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെയൊക്കെ ബാധിച്ചു കഴിഞ്ഞു. ധാരാളം ഇപ്പൊ 10 നിയമസഭാ സീറ്റ് പല കാര്യങ്ങളിലൂടെ അവിടെ നേടിക്കഴിഞ്ഞു. പാർലമെന്റ് സീറ്റ് സ്ഥിരമായിട്ട് നഷ്ടപ്പെടുകയും പാർലമെന്ററി രംഗം അല്ലാതെ പാർട്ടി എന്നുള്ളതിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കഷ്ടമാണ്, വളരെയധികം ദുര്യോഗത്തിലൂടെയാണ്. ഇത്രയും വർഷങ്ങളൊക്കെ നിന്നിട്ടാണ് വളരെ ശരി. അപ്പോൾ ഷാജഹാൻ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഒരു അപജയം ജീർണത സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇപ്പോൾ സമ്മേളന സമയത്ത് കാണുന്ന ഈ വിഭാഗീയത. അതിനോട് താങ്കളും യോജിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. തുറന്നു സമ്മതിക്കുന്നുണ്ട്, എനിക്ക് യാതൊരു ഇതുമില്ല. എനിക്ക് അറിയാവുന്ന കാര്യമാണ്, കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ കൊഴിഞ്ഞാമ്പാറയിലെയോ അല്ലെങ്കിൽ കണ്ണൂര് നടന്ന കാര്യങ്ങളോ ഒന്നും എനിക്ക് അത്ര അടുത്തറിയാവുന്ന കേസല്ല. പക്ഷേ ഈ കരുനാഗപ്പള്ളിയിലെ കേസ് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ താമസിച്ച് വളരെയധികം വർഷം ജീവിച്ചാണ്. പാർട്ടി മെമ്പറായിട്ടിരുന്ന ആളാണ് കൊല്ലം ജില്ല, വിദേശത്ത് പോകുന്നത് വരെ. അതിന് മുമ്പ് DYFI പ്രവർത്തിച്ചിരുന്നു. കൊല്ലം ജില്ലയായിരുന്നു എൻ്റെ തട്ടകം. അതുകൊണ്ട് ഈ ഇത്തരം ചെറുപ്പക്കാരൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ചെറിയ സാഹചര്യമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് അവരൊക്കെ ആയിട്ട് ആ സമയത്ത്. അങ്ങനെ ഒരുപാട് പേര്, MM ലോറൻസ് ആണെങ്കിലും, ലോറൻസ് ഖാനൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി. KN രവീന്ദ്രനാഥിനെ കണ്ടിട്ടുണ്ട്. അവസാനം ആലപ്പുഴ ജില്ലയിൽ വെച്ചിട്ട് CIT-ന്റെ സമ്മേളനത്തിൽ, കണ്ണൻ ഒഴിയുന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ജീപ്പിനകത്ത് വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത് വെയ്യാത്ത ബേബി ജോണിനെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിബു ബേബി ജോൺ കൊണ്ടുപോകുന്ന പോലെയാണ്. പക്ഷെ ഇതിനകത്ത് ഇതുകൊണ്ടൊന്നും ആരും ഇതൊക്കെ പറയുമെങ്കിലും ഇത് പോയി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി എന്നുള്ളതാണ്. ഇത് പോയി കഴിഞ്ഞാൽ വാക്കുവാണ് ശരിക്കും. അതിനനുസരിച്ച് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ഇടതുപക്ഷത്ത് നിൽക്കുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ കടൽ കൊള്ളക്കാരന്മാർ വരും, ഇതിന് റാസ്പുട്ടിൻസ് വരും, അങ്ങനെയുള്ള ആളുകളാണ് ഇനി ഇത്. അതുകൊണ്ടാണ് ഉള്ള ഒരു പച്ചത്തുരുത്താണിത്. അതുകൊണ്ടാണ് ഞാനടക്കമുള്ള ആളുകൾ. അല്ലാതെ എനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ല ഞാനിതിനെ. എൻ്റെ ഈ ഐഡിയോളജിക്കൽ സ്റ്റാൻഡാണ് ഇതിനകത്ത് സത്യത്തിൽ. പക്ഷെ ഇവ തിരുത്തപ്പെടണം, തിരുത്തപ്പെട്ടില്ല.